ഹലോ അല്ല ഇന്ന് ഏതായാലും കോഴിക്കോട് അങ്ങാടിയിലൊക്കെ ഒന്ന് കറങ്ങി ബീച്ചിലൊക്കെ ഒന്ന് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വരാൻ വെച്ചിട്ട് ഇറങ്ങിയതാട്ടോ ഞങ്ങള് പോകുന്ന വഴിക്ക് എന്തെങ്കിലും തിന്നു പോകണല്ലോ വെച്ചിട്ട് പൊരേന്ന് കുപ്പിയിലാക്കി കുറച്ച് പൂളപ്പരിയൊക്കെ എടുത്തിട്ടുണ്ടായിട്ട് ഞങ്ങൾ അതും എടുത്ത് വെള്ളമൊക്കെ കുറിച്ച് ആക്കത്തിന് ഇങ്ങനെ പോകുക ഞങ്ങള് നമ്മളെ വണ്ടിയിൽ ഒരാൾ പറയാട്ടോ ഉമ്മൻചാണ്ടി അത് പോണാ പിന്നെ ഞാനത് തിരുത്തി കൊടുത്തിട്ടോ ഞങ്ങൾക്ക് ഏതായാലും കുറച്ച് ഡ്രസ്സും ചെരുപ്പും പിന്നെ മോൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങണല്ലോ വെച്ചിട്ട് ഞങ്ങൾ മുട്ടായി തെരുവിൽ കണ്ടു ആദ്യം തന്നെ പോണത്. എന്നെ സംബന്ധിച്ച് കുറെ സാധനങ്ങളും കിട്ടണം, അതുപോലെ കുറഞ്ഞ വിലക്കും കിട്ടണം. അതിന് നമുക്ക് ഇവിടെ തന്നെ പോയിക്കൂടും. ഇസുമോൻ ഏതായാലും സൈഡിലായിട്ട് കുത്തിരിപ്പിച്ച് ഞങ്ങൾ രണ്ടാളും ഞങ്ങൾക്ക് രണ്ടാക്കുള്ളൂ എടുത്ത് ഞങ്ങൾ അവിടെ തുടങ്ങിയിട്ട് ആളുകളൊക്കെ വാങ്ങിക്കൂട്ടുന്ന തിരക്കിലാട്ടോ. പോരാത്തതിന് ഇങ്ങോട്ട് നല്ല വെയിലുമാണ്, ഇങ്ങോട്ടൊന്നും മഴയും പെയ്യലും കൂടി ഇല്ലാന്ന് തോന്നുന്നു. നമ്മളാട്ടൊക്കെ ഏത് നേരവും മഴയല്ലേ. മുട്ടായി തെരുവിന്റെ പകുതിക്കിലെത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ എടുത്ത് കഴിയാനായി പോയിക്കുന്നത്. പോരാത്തതിന് ഇവനാണെങ്കിൽ ഒരു പി വാങ്ങിയിട്ട് അടമൊത്ത ഒച്ചപ്പാടും. ഞാനിങ്ങനെ വെയിലും കൊള്ളല്ലേനും പോരാത്തതിന് ഇങ്ങനെ പള്ളയെ പൈച്ച് നിൽക്കലുമില്ല. ആ ഷോപ്പിൽ നിന്ന് എനിക്ക് അങ്ങ് തലറിഞ്ഞു. പിന്നെ ഹോട്ടലിൽ പോയിട്ട് ചോറ് തിന്നേ. ആ പള്ളയെ പൈപ്പ് അങ്ങ് പോയപ്പോ എന്റെ ജീവൻ തിരിച്ചു കിട്ടിയൊരു സമാധാനം എന്റെ അമ്മേ. വാങ്ങാനുള്ള സാധനങ്ങളും സാമഗ്രികളൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വെച്ചു പിടിച്ചിട്ടോ ബീച്ചിലേക്ക്. ഓടുന്ന ഓട്ടത്തിലാണ് ഓന് കാക്കച്ച് ഷോക്കടിച്ച് ചത്തെടുക്കുന്നത് ഞങ്ങളെയും കൂടി കാണിച്ചത്. പാവം കേട്ടോ, അതിന്റെ ആയുസ് കഴിഞ്ഞില്ലേ. ബീച്ചിന്റെ ഫുട്പാത്തിലേക്ക് ഇങ്ങോട്ട് കാലെടുത്ത് വെച്ചതും നമ്മൾ കാണുന്ന ഒരു രംഗം എന്ന് പറയുന്നത് കേട്ടോ, ഇത് ബീച്ചാണോ അല്ലെങ്കിൽ ഉത്സവപ്പറമ്പ് അയക്കുന്നതാണ്. ഇട്ടാപ്പൊട്ടിയും അതുപോലെ തന്നെയുള്ള സാധനങ്ങളും മാത്രമേ ഉള്ളൂ. എന്റെ ശ്വാസം മുട്ടി. ഐസ് വരുത്തിയും ഉപ്പിലിട്ടതൊക്കെ ആ ബീച്ചിൽ പോയി തിന്നാന്ന് പറയുന്നതിന്റെ ഒരു സുഖം വേറെ തന്നെ കേട്ടോ. കൈതച്ചക്കയിൽ ഞാൻ പറ്റിയ മുളകെല്ലാം കുറച്ചു കൂടി പോയിക്കുന്നത്, അതിനോണ്ട് തന്നെ നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഉച്ചമുക്കാലായപ്പോഴാട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയത്. പിന്നെ നമ്മളൊക്കെ പറയുന്ന സൂര്യൻ കടലിന്റെ ഉള്ളിലേക്ക് പോകുന്നവരെ ഞങ്ങൾ ആടെ നിന്ന് ഇങ്ങനെ കളിച്ചേ. പിന്നെ നേരെ മോന്തിയായപ്പോ ഞങ്ങൾ ഏതായാലും ഓരോ ചായ കുടിച്ചിട്ടോ. അതിന്റെ അപ്പുറം ഞങ്ങൾ കൂന്തൽ നിറച്ചതും കാടമുട്ടയും അതിനും കൂട്ടി. രാത്രി 11-12 മണിയായപ്പോ ഞങ്ങൾ ഏതായാലും ഇവിടുത്തെ പോരാന്ന് വിചാരിച്ചു പോരേൽക്ക്. പോകുന്ന വൈക്ക് തന്നെ ഓരോ മിൽക്ക് സർബത്തും കൂടി കുടിച്ചിട്ടാട്ടോ പോകുന്നത്. ഇതിന്റെ കമ്പനിക്കാരൻ പറഞ്ഞു തന്നതാണ് ഈ ഒരു സ്പോട്ട്. അടിപൊളിയാട്ടോ അത്. രക്ഷയില്ലാത്ത മഴ അങ്ങോട്ട് നോക്കി. ഇനിയിപ്പോ പൊരേ പോയിട്ട് വെച്ചുണ്ടാക്കി തരലോ നടക്കൂലെന്ന് പെണ്ണുങ്ങളും. ഉമ്മാണെങ്കിൽ പെങ്ങളാടെ പോയത് കൊണ്ടും ഹാഫ് ചവായയും റൈസും പാർസൽ വാങ്ങി ഞങ്ങൾ പോന്നു. മുട്ടായി തെരുവിൽ നിന്ന് ഞങ്ങൾ മുട്ടായി വാങ്ങും പോലെ വാങ്ങിയ സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഏതായാലും പൊരേൽക്ക് എത്തിക്കുന്നേ. ഇനി പള്ളർച്ചി അറേബ്യൻ റൈസും ഷവായും ഞങ്ങൾ തിന്നിട്ട് ഒരൊറ്റ ഉറക്ക്. ഞമ്മക്ക് ഏതായാലും എന്നാ പിന്നെ കാണട്ടോ.